ബാക്ക്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അക്കൗണ്ടൻസിയിൽ ജേണൽ എൻട്രികൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും GSTയുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ GST എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജേണൽ എൻട്രികൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പറയുന്ന സമയത്ത് അവിടെ GSTയെ കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഭാഗത്തൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞായിരുന്നു. എന്നാലും നമുക്കിവിടെ മെയിനായിട്ട് GST റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രികൾ എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്ക് കോമ്പൗണ്ട് എൻട്രികൾ, ചില എൻട്രികളെ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതിന് നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ കോമ്പൗണ്ട് എൻട്രികൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ, ഒരേ ഡേറ്റിൽ നടക്കുന്ന ചില എൻട്രികളെ നമുക്ക് കമ്പൈൻ ചെയ്തുകൊണ്ട് രണ്ട് എൻട്രികളെ നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു എൻട്രി ആണ്. ഇപ്പോൾ നമ്മൾ ഒരു സെയിൽസ് നടത്തി അല്ലെ, ഒരാൾക്ക് നമ്മളൊരു സെയിൽസ് നടത്തി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അനൂപ് എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുന്നതായിരിക്കും. സോൾഡ് ഗുഡ്സ് ടു അനൂപ് ഫോർ 6,000. 6,000 രൂപയ്ക്ക് നമ്മൾ അനൂപിന് സാധനങ്ങൾ വിറ്റു. അപ്പോൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ നമ്മൾ ചാനൽ എഴുതുന്നത് എങ്ങനെയാണ്? ബൈ അനൂപ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് എന്നാണ് എഴുതുന്നത് അല്ലെ, ബൈ അനൂപ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ്. അപ്പോ ഇനി ഈ ക്യാഷ് നമുക്ക് കിട്ടുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? ഇപ്പോൾ അനൂപിന്റെ കയ്യിൽ നമുക്ക് 6,000 രൂപ കിട്ടാനുണ്ട്. അപ്പൊ ഈ 6,000 രൂപ കിട്ടുന്ന സമയത്ത് നമ്മൾ 100 രൂപ ഡിസ്കൗണ്ടും കൊടുത്തു വിചാരിക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ റിസീവ്ഡ് 5,900 rupees ഫ്രം അനൂപ്, ഡിസ്കൗണ്ട് അലൗഡ് 100 rupees. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 5,900 രൂപ അനൂപിന്റെ കയ്യിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, 100 രൂപ നമുക്ക് ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നോർമലി നമ്മൾ അത് രണ്ട് എൻട്രി ആയിട്ട് പോസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? നോക്കി നോക്കാം. ക്യാഷ് കിട്ടുമ്പോ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അനൂപ് എന്നാണ് കാണിക്കല്ലേ. ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അനൂപ് എന്ന് പറഞ്ഞ് കാണിക്കും. അതേപോലെ തന്നെ ഡിസ്കൗണ്ടിനെ നമ്മൾ എന്ത് കാണിക്കും? ബൈ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു അനൂപ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ടിനെ കാണിക്കും. നമ്മൾ ക്യാഷിനകത്ത് നമുക്ക് 5,900 ആണ് ക്യാഷ് ആയിട്ട് കിട്ടിയത്. 5,900 ക്യാഷിന് കാണിക്കും, 100 രൂപ നമ്മൾ ഡിസ്കൗണ്ടിൽ കാണിക്കും. ഇങ്ങനെയാണ് അതിന്റെ ജേണൽ പോസ്റ്റ് ചെയ്യുന്ന ക്യാഷ് കിട്ടുന്ന സമയത്ത്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഒരേ ഡേറ്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഇത് രണ്ടിനെയും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് എൻട്രി ആയിട്ട് എഴുതാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ രണ്ടിലും ടു അനൂപ് അല്ലേ, അപ്പൊ അതൊരു പ്രാവശ്യം നമ്മൾ എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ബൈ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു അനൂപ്. ക്ലിയർ ആണല്ലോ? ബൈ ക്യാഷ് ബൈ ഡിസ്കൗണ്ട് ടു അനൂപ്. ഇത്തരത്തിൽ എഴുതുന്ന എൻട്രിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ കോമ്പൗണ്ട് എൻട്രി എന്ന് പറഞ്ഞാൽ ഒരേ ട്രാൻസാക്ഷൻ ഒന്നിൽ കൂടുതൽ ജേണൽ എൻട്രികൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്ന രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ രണ്ടിനെയും കൂടെ ബൈ ഒക്കെ ഒരുമിച്ചാക്കി, ഒരേ ഐറ്റം ആയതുകൊണ്ട് ബൈ ഒരുമിച്ച് എഴുതാം, ടു ഒരുമിച്ച് എഴുതാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതേപോലെ നമുക്ക് രണ്ട് ബൈക്ക് ഒരു 2 എന്നുള്ള രീതിയിൽ നമുക്ക് കോമ്പൗണ്ട് എൻട്രികൾ എഴുതാൻ പറ്റും. ഇനിയിപ്പോ 2 ആണ് രണ്ടെണ്ണം വരുന്നെങ്കിൽ ഒരു ബൈ എഴുതിക്കും, അങ്ങനെ നമുക്ക് കോമ്പൗണ്ട് എൻട്രികൾ എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിനെയാണ്, ഇത്തരത്തിൽ ജേണൽ എൻട്രി എഴുതുന്നതിനാണ് നമ്മൾ കോമ്പൗണ്ട് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് GST റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് GSTനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇന്ന് നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ടാക്സ് സിസ്റ്റമാണ് GST എന്ന് പറയുന്നത് അല്ലെ. സാധനങ്ങൾക്കായാലും സേവനങ്ങൾക്കായാലും ടാക്സ് ചുമത്തുന്നു എന്നതാണ് അതിന്റെ മുകളിലുള്ള ഒരു പ്രത്യേകത. നേരത്തെ നമ്മൾ വാറ്റ് എന്ന് പറയുന്നത്, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്. ഇപ്പൊ അതിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് GST എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റമാണ് ഫോളോ ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ അക്കൗണ്ട്സിൽ GST റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടാക്സ് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും, ടാക്സ് നമ്മൾ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അതായത് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ബിസിനസ്സിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അതായത് നമ്മൾ ഗുഡ്സ് വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അസറ്റ് വാങ്ങുന്നു, അതിന്റെ കൂടെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്.
ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കസ്റ്റമർക്ക് സാധനങ്ങൾ വിൽക്കുമ്പോൾ, നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ സാധനങ്ങൾ വിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും നമ്മുടെ അക്കൗണ്ട്സ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ടാക്സിന് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്നാണ് പറയാം. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സേവനങ്ങൾ വാങ്ങുമ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സിന് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്ന് പറയും. അത് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കും. കാരണം അതെന്താണ്, നമ്മൾ അഡ്വാൻസ് കൊടുത്തതാണ്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഓൾറെഡി അടച്ചതാണ്, നമ്മൾ ടാക്സ് അടച്ചതാണ്. സോ അതുകൊണ്ട് നമ്മൾ അതിനെ അഡ്വാൻസ് ടാക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതായത് അസറ്റ് ആണെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കളക്ട് ചെയ്യുന്ന ടാക്സിന് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്നാ പറയാം. എന്താ പറയാ? ഔട്ട്പുട്ട് ടാക്സ്. ഈ ഔട്ട്പുട്ട് ടാക്സ് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക, അതൊരു ലയബിലിറ്റി ആണ്, നമ്മൾ ബാധ്യതയാണ്. കാരണം നമ്മൾ ഇത് ഗവൺമെന്റിലേക്ക് അടക്കാനുള്ളതാണ്. ടാക്സുകളെല്ലാം നമ്മൾ ഗവൺമെന്റിലേക്ക് അടക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്ന ടാക്സ് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. അപ്പൊ അതിനെ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ എൻട്രി എഴുതുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സർവീസുകൾ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന ടാക്സ്, നമ്മൾ അങ്ങോട്ട് അടക്കുന്ന ടാക്സിനെ നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്നും ഇങ്ങോട്ട് വരുന്ന ടാക്സിനെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്നുമാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇത് എങ്ങനെയാണ് എൻട്രി പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മുടെ ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞു പോകും. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മൾ ഈ രണ്ട് ടാക്സുകളും കളക്ട് ചെയ്തതിന് ശേഷം, അതായത് നമ്മൾ കുറച്ച് ടാക്സ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതിന് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നു, നമ്മൾ കളക്ട് ചെയ്തത് ഔട്ട്പുട്ട് ടാക്സ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കിയിട്ട് നമ്മൾ അത് ഗവൺമെന്റിലേക്ക് അടക്കുകയാണ് ചെയ്യുക. അതാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയറാണല്ലോ? അപ്പൊ നമ്മൾ 10 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് അടച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങിയപ്പോൾ നമ്മൾ 10 രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്. നമ്മൾ കളക്ട് ചെയ്തത് 15 രൂപയുണ്ട്. 15 രൂപ നമ്മൾ ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി നമ്മളുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണ്? നമ്മൾ അടച്ച 10 രൂപ നമ്മൾ കളക്ട് ചെയ്ത 15 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ 5 രൂപയാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ എങ്ങനെയാണ് GST ജേർണൽ എൻട്രികൾ പോസ്റ്റ് ചെയ്യുന്നത് നോക്കിയേക്കാം. ഒരു ചെറിയ ഉദാഹരണമാണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയെടുക്കാം, അതിന് ശേഷം നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഒരു 5-6 ട്രാൻസാക്ഷൻസ് ഉള്ള വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: റെക്കോർഡ് നെസസറി ജേർണൽ എൻട്രീസ് അസ്യൂമിംഗ് CGST at 5% and SGST at 5%. All transactions are occurred within Delhi. അതായത് ഡൽഹി എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് സംഭവിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, അതിനകത്ത് രണ്ട് ടാക്സ് സിസ്റ്റങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? CGST, SGST. എന്താണ് CGSTയും SGSTയും? CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കാൻ വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന ടാക്സിനെയാണ് CGST എന്ന് പറയുന്നത്. SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടാക്സിനെയാണ് നമ്മൾ SGST. സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതാണ് CGST, SGST. നമ്മളതിൽ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവുന്നു വേണ്ട. രണ്ടും 5% ആണ്. നമ്മൾ 5% വെച്ച് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടാക്സിന് നമ്മൾ രണ്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ചേർത്ത് കൊടുക്കാം, അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ ഇൻപുട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ CGSTയും SGSTയും നമ്മൾ സെപ്പറേറ്റ് തന്നെ കാണിക്കണം, രണ്ടും രണ്ട് അക്കൗണ്ടിലായിട്ട് കാണിക്കണം. നമ്മുടെ ക്വസ്റ്റിന്റെ ബാക്കി നമ്മൾ നോക്കി വെക്കാം. നമ്മുടെ ക്വസ്റ്റിന്റെ ബാക്കി എന്താണെന്നുള്ളത് നോക്കി വെക്കാം. എന്തൊക്കെയാ പറയുന്നത് ബാക്കി? ഷോബിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് തന്നുള്ളത്. ഷോബിത്ത് ബോട്ട് ഗുഡ്സ് ₹1 lakh ഓൺ ക്രെഡിറ്റ്. 1 ലക്ഷം രൂപ ക്രെഡിറ്റിന് എന്തിന്റെ ഷോബിത്ത് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോട്ട് എന്നുള്ള വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ബോട്ട് എന്നുള്ള വാക്കിന്റെ BOUGHT, ബോട്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബോട്ട് എവിടെ കണ്ടാലും നിങ്ങൾ പർച്ചേസിന് നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേപോലെയാണ് ചെയ്യുന്നത്. ബോട്ട് ഗുഡ്സ് ആണെങ്കിൽ അത് പർച്ചേസ് ഗുഡ്സ് ആണ്. ബോട്ട് മറ്റെന്തെങ്കിലും സാധനം ആണെങ്കിൽ ആ സാധനം പർച്ചേസ് ചെയ്താണ്. ഓക്കെ ആണല്ലോ? ഇനി അതേപോലെ തന്നെ അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് he sold them for ₹1,35,000 in the same state on credit. അതായത് ഡൽഹിയിൽ തന്നെ അയാൾ ആ സാധനങ്ങൾ 1,35,000 രൂപയ്ക്ക് വിറ്റു. ഓക്കെ ആണല്ലോ? ഈ സെയിം സ്റ്റേറ്റ് എന്ന് പറയാനുള്ള കാരണം ഇന്റർസ്റ്റേറ്റ് വരുമ്പോൾ, അതായത് പുറമേയുള്ള സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാക്സിൽ ചെറിയ വേരിയേഷൻസ് വരും. അതുകൊണ്ടാണ്. സോ നമുക്ക് ഇവിടെ തൽക്കാലം നമ്മുടെ സ്റ്റേറ്റിനകത്തുള്ള ടാക്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ആൻഡ് അടുത്ത ട്രാൻസാക്ഷൻ പറഞ്ഞ ഹി പെയ്ഡ് റെയിൽവേ ട്രാൻസ്പോർട്ട് 8,000 രൂപ. റെയിൽവേ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് 8,000 രൂപ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? അതൊരു സർവീസ് ആണ്. ആ സർവീസിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടക്കേണ്ടി വരും. ദെൻ അതേപോലെ തന്നെ ഹി ബോട്ട് കമ്പ്യൂട്ടർ
he bought computer printer rupees 10,000. 10,000 രൂപയ്ക്ക് കമ്പ്യൂട്ടർ പ്രിന്റർ വാങ്ങിച്ചിട്ടില്ല. അസറ്റുകൾ വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. പെയ്ഡ് പോസ്റ്റൽ ചാർജ് 200 രൂപയ്ക്ക് നമ്മൾ പോസ്റ്റൽ ചാർജ് കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റൽ ചാർജിന് നമ്മൾ എന്ത് വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. അതിനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ജേർണൽ വരയ്ക്കാം. സോ നമ്മൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതായിരുന്നു അല്ലെ. നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. 1,00,000 രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ട്രാൻസാക്ഷന്റെ ജേർണലിൽ നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? ബൈ പർച്ചേസ് ടു ക്രെഡിറ്ററുടെ പേര്. ക്വസ്റ്റ്യൻ ക്രെഡിറ്ററുടെ പേര് കൃത്യമായിട്ട് പറയാത്തത് കൊണ്ട് നമുക്ക് ക്രെഡിറ്റർ എന്ന് എഴുതാം. ബൈ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്രെഡിറ്റർ എന്നാണ് നമ്മൾ ജേർണൽ എഴുതാം. പക്ഷെ അതിനകത്ത് ടാക്സും കൂടെ വരുമ്പോൾ ടാക്സും കൂടെ നമ്മൾ കാണിക്കണം. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 5% സ്റ്റേറ്റ് ടാക്സും ഉണ്ട്, 5% സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ഉണ്ട്. അപ്പൊ രണ്ടും നമ്മൾ കാണിക്കണം. ഈ ടാക്സ് എന്താണ്? പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ലേ. അങ്ങോട്ട് കൊടുക്കുന്ന ടാക്സിന് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്നാണ് പറയുന്നത്. അതായത് സാധനം നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയാണ്, അത് നമ്മുടെ ഇൻപുട്ട് ആണ്. അപ്പൊ അതിന്റെ മുകളിൽ കൊടുക്കുന്ന ടാക്സ് ഇൻപുട്ട് ടാക്സ്. ഇതിനാണല്ലോ ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളുടെ പുറത്ത് കൊടുക്കുന്ന ടാക്സിന് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്നാണ് വിളിക്കുക. സോ ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ കാണിക്കാൻ. അപ്പൊ നമ്മൾ പർച്ചേസിന്റെ എൻട്രി പോസിറ്റീവ് കൂടെ ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, അതിന്റെ കൂടെ എന്ത് ചെയ്യാം? ടാക്സ് കൂടെ കൊടുക്കാം. ടാക്സ് അങ്ങോട്ട് കൊടുക്കുന്നതിന് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ ഇൻപുട്ട് CGST, അതേപോലെ തന്നെ ഇൻപുട്ട് SGST, രണ്ട് ടാക്സും കാണിക്കണം. രണ്ട് ടാക്സ് രണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST ടു ക്രെഡിറ്റർ. നമ്മൾ 1,00,000 രൂപയുടെ സാധനങ്ങളല്ലേ പർച്ചേസ് ചെയ്തത്. അപ്പൊ 1,00,000 രൂപ നമ്മൾ പർച്ചേസിന് കാണിക്കണം. ഈ 1,00,000 രൂപ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾ 5% CGST അടക്കണം, 5% SGST അടക്കണം. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 5%, 1,00,000 5% കാണാം. കാണാൻ അറിയാത്തവർ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റർ നിങ്ങൾ ഉപയോഗിക്കണ്ട. കാൽക്കുലേറ്റർ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു കാൽക്കുലേറ്റർ വാങ്ങിക്കുക, എന്നിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാം. അതായത് 1,00,000 ഇൻറ്റു 5% കാണേണ്ടത്. 1,00,000 ഇൻറ്റു 5/100, 1,00,000 ഇൻറ്റു 5 ഹരിക്കണം 100. ഇങ്ങനെയാണ് നമ്മൾ 5% കാണുക. സോ 1,00,000ന്റെ 5% കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5,000 ഇൻപുട്ട് CGST 5% തന്നെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം? 5,000. അപ്പൊ ടോട്ടൽ അയാൾ എത്ര രൂപ അടക്കണം? 1,00,000 പ്ലസ് 2,500 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 1,10,000 രൂപ ക്രെഡിറ്റർ നമുക്ക് തരാനുണ്ട്. 1,10,000. ഇത്രയേ ഉള്ളൂ. നമ്മള് GST കൂടെ വരുമ്പോഴുള്ള ജേർണൽ GST കൂടെ അഡീഷണലി നമ്മൾ ചേർത്ത് കൊടുക്കണം എന്ന് മാത്രം. ഓക്കെ ആണല്ലോ. ഇനി സെയിൽസിന്റെ എൻട്രി എങ്ങനെയാണ് പോസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. സെയിൽസിന്റെ എൻട്രി എങ്ങനെയാണ് വരിക? ഹി സോൾഡ് ദം ഫോർ rupees 1,35,000. 1,35,000 രൂപയ്ക്ക് ഈ സാധനം അയാൾ വിറ്റു. വിൽക്കുമ്പോഴും കടത്തിലാണ് വിൽക്കുന്നത്. ആളുടെ പേര് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം ഡെപ്റ്റേഴ്സ് എഴുതാം. വിൽക്കുമ്പോൾ സാധാരണ നമ്മൾ എൻട്രി എന്താ പോസ്റ്റ് ചെയ്യാം? ബൈ ഡെപ്റ്റേഴ്സ് ടു സെയിൽസ് എന്നാണ് പോസ്റ്റ് ചെയ്യുക അല്ലെ. ബൈ ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പൊ ബൈ ഡെപ്റ്റർ ടു സെയിൽസ് കാണിക്കുന്നതിന്റെ കൂടെ എന്തും കൂടെ കാണിക്കണം? ടാക്സും കൂടെ കാണിക്കണം. അപ്പൊ വിൽക്കുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ആണ്. നമ്മൾ ഇങ്ങോട്ട് നമ്മൾ പുറത്തേക്ക് സാധനങ്ങൾ പോകല്ലേ, ഔട്ട്പുട്ട്. അപ്പൊ അതിന്റെ കൂടെ കൊടുക്കുന്ന അതിന്റെ കൂടെയുള്ള ടാക്സ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയും. കൊടുക്കുമ്പോഴുള്ള ടാക്സ്, സാധനങ്ങൾ വിൽക്കുമ്പോഴുള്ള ടാക്സ് നമുക്ക് ലയബിലിറ്റി ആണ്, നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യാം. ബൈ ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, അതിന്റെ കൂടെ എന്താ കാണിക്കുക? ഔട്ട്പുട്ട് CGST, അതേപോലെ തന്നെ ടു ഔട്ട്പുട്ട് SGST. ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും കാണിക്കണം. ഡെപ്റ്റേഴ്സ് എമൗണ്ട് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും കാണിക്കാം. 2 എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സെയിലിന് എമൗണ്ട് വരുന്നത് 1,35,000 രൂപയ്ക്കല്ലേ സെയിൽസ് നടന്നത്. 1,35,000 നമ്മൾ കാണിക്കാം. ഇനി 1,35,000ന്റെ 5% അല്ലേ ടാക്സ് ഉള്ളത്. 1,35,000ന്റെ 5% നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 1,35,000 ഇൻറ്റു 5/100 ചെയ്യാം. 5/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6,750
6750. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെയാണ് SC/ST 6750. 6750 കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 13,500 എന്ന് കിട്ടും. ഈ 13,500 കൂടെ ആരധികം തരണം? 1,35,000 കൂടെ ആയാലും അതുകൂടെ ചേർത്ത് തരണം. അതിനെല്ലാം കൂടെ നിങ്ങൾ കൂട്ടാം. അതെല്ലാം കൂടെ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 1,35,000 പ്ലസ് 6,750 പ്ലസ് 6,750 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,48,500 എന്ന് കിട്ടും. ഇതാണ് അതിന്റെ മൊത്തം പൈസ. അതാണ് നിങ്ങൾ അവിടെ എഴുതുന്നത് ഡെപ്റ്റേഴ്സ് എന്ന കോളത്തിൽ കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം സെയിൽസിന്റെ എമൗണ്ട് എഴുതാം, എന്നിട്ട് 5% വെച്ച് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സിന് നേരെ എഴുതാം. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എവിടെ എഴുതാം? ഡെബിറ്റിൽ എഴുതാം. ഒരു ജേണൽ എഴുതുമ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും തുല്യമായിരിക്കണം എന്ന നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അടുത്ത എൻട്രി എന്തായിരുന്നു? സോ അടുത്ത എൻട്രി നമ്മുടെ സ്ഥലമില്ലാതെ ഞാൻ വായിച്ചിട്ടാണ് അടുത്ത എൻട്രി എഴുതുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ഇതിന്റെ കൺഫ്യൂഷൻ ആയിട്ട് തന്നെ എഴുതി പോകട്ടോ. ട്രാൻസാക്ഷൻ എന്തായിരുന്നു? അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് സർവീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. ഹി പെയ്ഡ് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ട് നമ്മൾ 8,000 രൂപ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ പോസ്റ്റ് ചെയ്യുന്ന എൻട്രി ബൈ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ടു ക്യാഷ് എന്നുള്ള ഒരു എൻട്രിയാണ് പോസ്റ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസിന് കൂടെ നമ്മൾ എന്തും കൂടെ കൊടുത്തിട്ടുണ്ടാവും? ടാക്സ് കൂടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ടാക്സ് കൂടെ കാണിക്കാം. ബൈ ട്രാൻസ്പോർട്ട് ചാർജ് ഡെപ്റ്റർ. അങ്ങോട്ട് കൊടുക്കുന്ന ടാക്സ് അല്ല, അങ്ങോട്ട് കൊടുക്കുന്ന ടാക്സ് നമ്മൾ ഇൻപുട്ട് ടാക്സ് വിളിക്കും. ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST ടു ക്യാഷ്. ക്ലിയർ ആണോ? നമ്മൾ എത്രയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൊടുക്കുന്നത്? 8,000 രൂപയായിരുന്നു. 8,000ന്റെ 5% നമുക്ക് ടാക്സ് ഉള്ളത്. 8,000ന്റെ 5% എന്ന് പറഞ്ഞാൽ 400 രൂപ ഉണ്ടാവും. 400 ഷോർട്ടിൽ എത്ര വരുന്നുണ്ട്? 8,800 രൂപ നമുക്ക് ക്യാഷ് ആയിരിക്കും. 8,800. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് അടുത്ത ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ഈ ബോർഡ് കമ്പ്യൂട്ടർ പ്രിന്റർ അല്ലെ. കമ്പ്യൂട്ടർ പ്രിന്റർ നമ്മൾ വാങ്ങിച്ചു. കമ്പ്യൂട്ടർ പ്രിന്റർ വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ പോസ്റ്റ് ചെയ്യുന്ന എൻട്രി ബൈ കമ്പ്യൂട്ടർ പ്രിന്റർ ടു ക്യാഷ് എന്നാണ് നമ്മൾ സാധാരണ പോസ്റ്റ് ചെയ്യാറുള്ളത്. ബൈ ടു ക്യാഷ് എന്നാണ് പോസ്റ്റ് ചെയ്യാം. പക്ഷെ ഇതിന്റെ കൂടെ എന്ത് വേണം? ടാക്സ് വേണം. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ടാക്സ് ആയതുകൊണ്ട് ഇൻപുട്ട് GST, CGST, ഇൻപുട്ട് SGST. ഓക്കെ, ടു ക്യാഷ്. സോ ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ പ്രിന്ററിന് നമ്മൾ കൊടുത്തത് 10,000 രൂപയാണ്. അപ്പൊ അതിന് ടാക്സ് 5% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 500 രൂപ ഉണ്ടാവും. ടോട്ടൽ 11,000 രൂപയുടെ ഒരു ക്യാഷ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പോസ്റ്റൽ ചാർജ് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റൽ ചാർജിന്റെ മുകളിൽ നമുക്ക് GST ഉണ്ടാവും. പോസ്റ്റൽ ചാർജ് കൊടുക്കുമ്പോൾ സാധാരണ പോസ്റ്റ് ചെയ്യുന്ന എൻട്രി പോസ്റ്റൽ ചാർജ് ഡെപ്റ്റർ ടു ക്യാഷ് ആണ് പോസ്റ്റ് ചെയ്യാറുള്ളത് അല്ലെ. ഇവിടെ GST ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ കാണിക്കാം ഇൻപുട്ട് CGST ഡെപ്റ്റർ, ഇൻപുട്ട് SGST ഡെപ്റ്റർ ടു ക്യാഷ്. ഇപ്പൊ പോസ്റ്റൽ ചാർജ് 2,000 രൂപയാണ്. 2,000 രൂപ നമ്മൾ കാണിക്കുന്നു. 2,000ന്റെ 5% ആണ് ടാക്സ്. സോ 2,000ന്റെ 5% 100 രൂപ ഉണ്ടാവും. രണ്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് 2,200 രൂപ ക്യാഷ്. ഇനി ഇതിനകത്ത് നമുക്ക് പറയാത്തൊരു എൻട്രി കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ടാക്സിന്റെ ബാലൻസിങ് ആയിട്ടുള്ള എൻട്രി പോസ്റ്റ് ചെയ്യണം. അതായത് ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും നോക്കിയിട്ട് നമ്മൾ ഡിഫറൻസ് എത്രയാണോ അത് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞ പുതിയൊരു അക്കൗണ്ട് ജനറേറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അത് നമ്മൾ ടാക്സ് അടക്കുന്നത് വരെ ആ അക്കൗണ്ടിൽ താൽക്കാലികമായിട്ട് നമ്മൾ കാണിക്കുകയാണ് ചെയ്യുക. സോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻപുട്ട് ടാക്സുകളും കൂടെ കൂട്ടുക.
എല്ലാ ഔട്ട്പുട്ട് ടാക്സുകളും കൂടെ കൂട്ടുക. എന്നിട്ട് നമ്മൾ അത് രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ബാലൻസ് വരുന്നത് അത് നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലേക്ക് കാണിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ഒരു എൻട്രിയിൽ മാത്രമേ നമുക്ക് എന്ത് വന്നിട്ടുള്ളൂ, ഔട്ട്പുട്ട് ടാക്സ് വന്നിട്ടുള്ളൂ സെയിൽസിന്റെ കൂടെ. അപ്പൊ ആ ഔട്ട്പുട്ട് ടാക്സിൽ നിങ്ങൾ 2 എന്ന് പറഞ്ഞല്ലേ എഴുതുന്നത്. അപ്പൊ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന്റെ ബൈ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ ആദ്യം നിങ്ങൾ ബൈ ഔട്ട്പുട്ട് CGST കാണിക്കുക. ഔട്ട്പുട്ട് CGST ഡെറ്റ ഔട്ട്പുട്ട് SGST. നമുക്ക് ആ ഒരു പ്രാവശ്യം മാത്രമേ CGSTയും SGSTയും ഔട്ട്പുട്ട് വന്നിട്ടുള്ളൂ. സോ അത് അതേപോലെ കാണിച്ചാൽ മതി. 6750 രൂപയായിരുന്നു. 6750 6750 ഓക്കെ ആണല്ലോ. ഇനി ഇൻപുട്ട് GST എത്ര വന്നിട്ടുള്ളത്, ഇൻപുട്ട് CGST ഇൻപുട്ട് SGST. ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും ബാക്കി എല്ലാ ട്രാൻസാക്ഷനിലുണ്ട്. നമ്മളതെല്ലാം കൂടെ ഒന്ന് ടോട്ടൽ ചെയ്യാം. എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6000 എന്നാണ് ടോട്ടൽ വരിക. അപ്പൊ 6000 നിങ്ങളുടെ കാണിക്കും. നോക്കുക, നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഒരു ലെഡ്ജർ അക്കൗണ്ടിൽ ഒരു ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റും എന്താവണം, ഈക്വൽ ആവണം. ഇവിടെ 6750 ഇവിടെ 6750 വേണ്ടത്. പക്ഷെ ഇവിടെ എത്രയുള്ളൂ, 6750 കൂട്ടി നമുക്ക് 13500 വരിക. പക്ഷെ ഇവിടെ എന്തേ ഉള്ളൂ, 12000 ഉള്ളൂ. അപ്പൊ 1500 വ്യത്യാസമല്ലേ, നിങ്ങൾ കൂട്ടി നോക്കാം. 1500 വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം നിങ്ങൾ എന്ത് കാണിക്കുക, ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞ അക്കൗണ്ട് കാണിക്കും. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് ആ അക്കൗണ്ടിൽ നിങ്ങൾ 1500 ഇങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. ഡിഫറൻസ് എവിടെയാണോ വരുന്നത് അവിടെ നിങ്ങൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇൻപുട്ട് GST ആണ് കൂടുതൽ വിചാരിക്കാം. ഇൻപുട്ട് GST ആണ് കൂടുതലെങ്കിൽ നിങ്ങൾ മുകളിലാണ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ കാണിക്കേണ്ടത്. അപ്പൊ എവിടെയാണോ ക്യാഷ് ബാലൻസ് വരുന്നത് അവിടെ നിങ്ങൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ആ ബാലൻസ് എമൗണ്ടിനെ കാണിക്കുക. ഫൈനൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടാക്സ് അടക്കും. അപ്പൊ അടക്കുമ്പോഴാണ് ഈ അക്കൗണ്ട് ചെയ്യുന്നത് ക്ലോസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ GST റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രികൾ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലാസ് മൊത്തം കണ്ടതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ആൻസർ എഴുതിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.